എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്ന ചാപ്റ്ററിൽ ആദ്യത്തെ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈയും ഒപ്പം തന്നെ വൈ ഓൺ എക്സും അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നതിൻ്റെ പ്രോബ്ലം സഹിതം പഠിച്ചതാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് റിഗ്രഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട തിയറി നമുക്ക് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ തിയറി പാർട്ടും നമ്മൾ വിശദമായിട്ട് കവർ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് റിഗ്രഷൻ അനാലിസിസിൻ്റെ പ്രോബ്ലത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ റിഗ്രഷൻ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 1ാമത്തെ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു ബാക്കിയുള്ള പ്രോബ്ലംസ് കൂടി വർക്കൗട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഒന്നുകൂടി പറയുന്നുണ്ട് എന്താണ് എക്സ് ഓൺ വൈ അല്ലെങ്കിൽ വൈ ഓൺ എക്സ് ഇക്വേഷൻസ് എന്താണ്, റിഗ്രഷൻ ഇക്വേഷൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കുക. കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ ഇക്വേഷൻസ് ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് വൈ ഓൺ എക്സ് ഫ്രം ദി ഫോളോവിങ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ആൻഡ് വൈ സീരീസിൽ ആക്ച്വൽ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ആ വാല്യൂസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ചിട്ടുള്ള ആ രീതിയിലുള്ള ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുക. നമ്മൾ ആദ്യത്തെ ആ ഒരു ക്ലാസ്സിലും നമ്മൾ അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഓൾമോസ്റ്റ് റിഗ്രഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ നിങ്ങൾക്ക് അസ്യൂംഡ് മീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിഗ്രഷൻ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ആക്ച്വൽ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സ് ആൻഡ് വൈ സീരീസിൻ്റെ ആക്ച്വൽ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിഗ്രഷൻ ഇക്വേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ ഇക്വേഷൻസ് ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് വൈ ഓൺ എക്സ്. നമുക്കറിയാം റിഗ്രഷൻ ഇക്വേഷൻസ് 2 ആണുള്ളത്. എക്സ് ഓൺ വൈ ഉണ്ട്, ഒപ്പം തന്നെ വൈ ഓൺ എക്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എക്സോ വൈ എന്ന് പറഞ്ഞായിരിക്കും തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പേരുകളായിരിക്കും തരുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പേരുകളാണ് തരുന്നിരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഡാറ്റയെ സംബന്ധിച്ച ഇപ്പോൾ നമുക്ക് ഏജ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ ആദ്യം തന്നിരിക്കുന്നതിന് നമ്മൾ എക്സ് എന്നും രണ്ടാമത് തന്നിരിക്കുന്നതിന് വൈ എന്നും നിങ്ങൾക്ക് എടുക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം റിഗ്രഷൻ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതുപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് വൈ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ടേബിൾ നമുക്ക് എല്ലാർ പോറ്റിയുടെ ടെക്സ്റ്റിൽ നമുക്ക് എക്സ് വൈ ആദ്യം കൊടുത്തിട്ട് പിന്നെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പിന്നെ എക്സ് വൈ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറിയെന്നിടത്ത് കുഴപ്പമില്ല, ടേബിൾ ഹെഡിങ് മാറിയെന്നിടത്ത് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എക്സ് വേണം, എക്സ് സ്ക്വയർ വേണം, വൈ വേണം, വൈ സ്ക്വയർ വേണം, പിന്നെ എക്സും വൈയുടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ എല്ലാം ടോട്ടൽ നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ടേബിളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ടേബിളിന് വേണ്ടി എക്സും വൈയും നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം റിഗ്രഷൻ ഇക്വേഷൻസ് എക്സ് ഓൺ വൈയും തയ്യാറാക്കണം, വൈ ഓൺ എക്സും തയ്യാറാക്കണം. അതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പ്രോബ്ലം സൈഡിൽ നമ്മളത് പഠിച്ചത്. അതുകൂടാതെ അഡീഷണലി നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ വൈ ഈസ് ഈക്വൽ ടു 10. വൈ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ അതായത് നമ്മൾ വൈയുടെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എക്സ് ഓൺ വൈ ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നമ്മുടെ വൈയുടെ വാല്യൂ ഇട്ടുകൊണ്ട് നമുക്ക് എക്സിൻ്റെ ഈ ഒരു വില എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എക്സ് ഓൺ വൈ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതായത് വൈനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് എക്സ് ഓൺ വൈ ഇക്വേഷൻ. ഇനി വൈ ഓൺ എക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാലോ എക്സിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ വൈയുടെ വാല്യൂ എത്രയാണ് അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് വൈ ഓൺ എക്സ്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് അങ്ങനെ ഈ 2 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ എക്സിൻ്റെയും വൈയുടെയും ഏതെങ്കിലും ഒരു വാല്യൂ കൂടെ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഓൺ വൈ ആ ഇക്വേഷനിൽ നമ്മൾ വൈയുടെ വാല്യൂ 10 എന്നുള്ളത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൈ, നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ അപ്പോൾ അത് നമുക്ക് വൈ ഓൺ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 7 അപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുകൂടാതെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓൾസോ കാൽക്കുലേറ്റ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് R, അതായത് കോറിലേഷൻ്റെ കോഎഫിഷ്യൻറ്റ് R നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷനുണ്ട്. അത് നമുക്ക് റൂട്ട് ഓഫ് BXY × BYX അല്ലേ, BXY × BYX അല്ലേ.
അപ്പോൾ ബി എക്സ് വൈയും ബി വൈ എക്സും എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. നമുക്കറിയാം കോറിലേഷന് ഒറ്റ കോഎഫിഷ്യൻ്റേ ഉള്ളൂ ആർ എന്നുള്ളത്. പക്ഷേ റിഗ്രഷന് 2 കോഎഫിഷ്യൻറ്റുകളുണ്ട്, ബി എക്സ് വൈ ഉണ്ട്, ഒപ്പം തന്നെ ബി വൈ എക്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കും. അപ്പോൾ ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടുപിടിച്ചിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാനുണ്ടെന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്കിനി പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻസ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഇതുപോലൊരു ടേബിൾ വേണം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് റിഗ്രഷൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു. എക്സ് എക്സ് സ്ക്വയർ വൈ വൈ സ്ക്വയർ എക്സ് വൈ. അപ്പോൾ അങ്ങനെയുള്ള കോളം ഹെഡിങ്സ് വെച്ചുകൊണ്ട് നമ്മളിത് തയ്യാറാക്കണം. എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ എക്സിൻ്റെ വാല്യൂ 1 2 3 4 5 നമ്മൾ താഴോട്ട് ഇറക്കി എഴുതുന്നു. അപ്പോൾ തന്നെ വൈയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 2 5 3 8 7 നമ്മൾ അതുപോലെ തന്നെ ഇതിലേക്ക് ഇറക്കി എഴുതുന്നു. അതിനുശേഷം ഇനി ചെയ്യേണ്ടത് നമുക്ക് എക്സിൻ്റെ സ്ക്വയറും വൈയുടെ സ്ക്വയറും കണ്ടുപിടിക്കണം അല്ലേ. എക്സിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 1 അല്ലേ, 1 തന്നെയാണ്. 2 × 2 4 3 × 3 9 അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ് വാല്യൂവിൻ്റെ ഒക്കെ സ്ക്വയർ ഇങ്ങോട്ട് എടുത്തെഴുതുക എന്നുള്ളതാണ് അടുത്തത്. അതുപോലെ തന്നെ വൈയുടെ സ്ക്വയർ നമ്മൾ ഇങ്ങോട്ട് അടുത്ത കോളത്തിലേക്ക് വൈ സ്ക്വയർ എന്ന രീതിയിൽ ഇതുപോലെ എടുത്തെഴുതണം. ഇനി നമുക്ക് എക്സും വൈയും, അതായത് ഈ ഒരു കോളവും വൈ കോളവും അല്ലേ, എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ 1 × 2 നമുക്ക് 2 ആണ്. ഇനി 2 × 5 നമുക്ക് 10 ആണ്. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് എക്സും വൈ മൾട്ടിപ്ലൈ ചെയ്ത് അതും കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ എല്ലാം ടോട്ടൽ സിഗ്മ എക്സ് ഈ കോളത്തിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ അല്ലേ, സിഗ്മ വൈ അല്ലേ, സിഗ്മ വൈയുടെ സ്ക്വയർ ഇവിടെ വരുമ്പോൾ സിഗ്മ വൈ അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി സിഗ്മ എക്സ് വൈയുടെ ഇതിൻ്റെ ടോട്ടൽ അല്ലേ, എല്ലാത്തിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബി എക്സ് വൈയും ബി വൈ എക്സും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി റിഗ്രഷൻ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതെല്ലാം ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഓർക്കുക, റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ എക്സ് ഓൺ വൈ അതിൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഓൺ വൈ ഇക്വേഷനാണ്, എക്സ് ഓൺ വൈ ഇക്വേഷനുണ്ട്, ഒപ്പം തന്നെ നമുക്ക് എന്താണ് വൈ ഓൺ എക്സ് റിഗ്രഷൻ ഇക്വേഷനുണ്ട് അല്ലേ. അപ്പോൾ 2 ഇക്വേഷനും നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇക്വേഷനുണ്ട്. ആ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ ഓർത്തിരിക്കാമെന്നുള്ളത് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ നോക്കുക, ഇവിടെ എക്സ് ഓൺ വൈ ആണ് ഇക്വേഷൻ എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ. ആ ഇക്വേഷനിൽ ആദ്യം നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് എഴുതണം. നമുക്ക് വൈ ഓൺ എക്സ് ആണെങ്കിലോ, നോക്കുക വൈ ഓൺ എക്സ് ആണെങ്കിൽ നമുക്ക് വൈ മൈനസ് വൈ ബാർ അല്ലേ, വൈ മൈനസ് വൈ ബാർ എന്നാണ് എഴുതേണ്ടത്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. എക്സ് ആണ് ആദ്യം വരുന്നതെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ, വൈ ഓൺ എക്സ് ആണെങ്കിൽ വൈ മൈനസ് വൈ ബാർ, അങ്ങനെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് എക്സ് ഓൺ വൈയിൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ബി എക്സ് വൈ ആണ്. അപ്പോൾ എക്സ് ഓൺ വൈ ആണല്ലേ, അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എക്സ് വരും. അപ്പോൾ ബി എക്സ് വൈ എന്ന് വരും. നമുക്ക് വൈ ഓൺ എക്സ് ആണെങ്കിലോ നമുക്ക് ബി വൈ എക്സ് എന്നാണ് വരിക, ബി വൈ എക്സ്. അപ്പോൾ ബി എക്സ് വൈയും ബി വൈ എക്സും നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, നമുക്കിവിടെ എക്സ് ഓൺ വൈ ആണെങ്കിൽ ബി എക്സ് വൈയും വൈ ഓൺ എക്സ് ആണെങ്കിൽ ബി വൈ എക്സുമാണ് വരേണ്ടത്. ഇനി നമുക്കിവിടെ വരേണ്ടത് വൈ മൈനസ് വൈ ബാർ എന്നാണ്. ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ ആണെങ്കിൽ ഇവിടെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് വൈ മൈനസ് വൈ ബാർ എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് വൈ ഓൺ എക്സ് ആണെങ്കിലോ ഇവിടെ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ വന്നപ്പോൾ ഇവിടെ വൈ മൈനസ് വൈ ബാർ എന്ന് വരും അല്ലേ. അപ്പോൾ അത്രയും ഡിഫറൻസുകൾ നമുക്ക് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങളത് മറന്നു പോകില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണാപ്പടം പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആദ്യം ഇതിൽ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എക്സ് ബാറും വൈ ബാറും അങ്ങോട്ട് കണ്ടുപിടിക്കണം. കാരണം ഈ ഇക്വേഷനിൽ എക്സ് ബാർ ഉണ്ട്, ഒപ്പം തന്നെ വൈ ബാർ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് വൈ ഓൺ എക്സിലും ഈ 2 കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുക. എക്സ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡാറ്റയുടെ ഈ ഡാറ്റയുടെ മീനെയാണ് നമ്മൾ എക്സ് ബാർ എന്ന് പറയുന്നത് അല്ലേ. ഇതെല്ലാവരും കൂട്ടുക, അതായത് സിഗ്മ എക്സ് 15, പിന്നെ അതിന് എത്ര ഐറ്റം ഉണ്ടോ ആ ഐറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15 / 5 അല്ലേ. ഇത് മൊത്തം 5 ഐറ്റം ഉള്ളത്, 1 2 3 4 5 ഐറ്റം അല്ലേ. അപ്പോൾ 15 / 5 എന്ന് പറയുന്നത് 3 കിട്ടും, നമുക്ക് എക്സ് ബാർ 3 കിട്ടും. ഇനി വൈ ബാർ ആണെങ്കിലോ ഈ വൈ ഡാറ്റ അതെല്ലാം കൂട്ടുക, അതായത് സിഗ്മ വൈ നമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതേ ഡിവൈഡ് ബൈ എത്ര ഐറ്റം ഉണ്ട്, 1 2 3 4 5 ഐറ്റം അല്ലേ. ഇപ്പോൾ 25 / 5 നമുക്ക് 5 എന്നും കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എക്സ് ബാറും വൈ ബാറും നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ബി എക്സ് വൈ ആണല്ലേ. ഈ ബി എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതാണ് ബി എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇത് ബി എക്സ് വൈ കണ്ടുപിടിക്കാനും നമുക്ക് വൈ ഓൺ എക്സിലെ ബി വൈ എക്സ് കണ്ടുപിടിക്കാനും അതിൻ്റെ ന്യൂമറേറ്റർ ഇത് തന്നെയാണ്. ബി വൈ എക്സ് കണ്ടുപിടിക്കാൻ നോക്കിയേ, ഇതേ ന്യൂമറേറ്റർ തന്നെയാണ് വരുന്നത്, ഇതിൽ വ്യത്യാസമൊന്നുമില്ല.
അതായത് n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്തിട്ട് കോമൺ ആയിട്ട് ഒരൊറ്റ ന്യൂമറേറ്റർ പഠിച്ച് വെച്ചാൽ മതി അല്ലേ. ഈ വരയ്ക്ക് മുകളിലുള്ള കാര്യം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി ഈ വരയ്ക്ക് താഴോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട്. ബി എക്സ് വൈ ആണെങ്കിൽ ഇവിടെ n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എന്ന് വരും, മൈനസ് സിഗ്മ വൈ സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. പക്ഷേ നമുക്ക് ബി വൈ എക്സ് ആണെങ്കിൽ നമുക്കിവിടെ എക്സ് ആണ് വരുന്നത്, അതായത് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ, അത് ബി വൈ എക്സ് ആണെങ്കിൽ അല്ലേ. അപ്പോൾ ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെ എക്സ് വരും, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ വൈ വരും അല്ലേ. ആ രീതിയിൽ ഒരു വ്യത്യാസം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ബി എക്സ് വൈ കണ്ടുപിടിക്കാം. ബി എക്സ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം 5 ഐറ്റമാണ് ഉള്ളത് അല്ലേ. ഒരെണ്ണത്തിൽ എക്സിലും വൈയിലും 5 ഐറ്റം ഏതായാലുള്ളത്. അപ്പോൾ നമുക്കിവിടെ n 5 ഇൻറ്റു സിഗ്മ എക്സ് വൈ അല്ലേ. സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, ഈ 88 ആണ് അല്ലേ. സിഗ്മ എക്സ് വൈ, എക്സ് വൈയുടെ സിഗ്മ. അപ്പോൾ n ഇൻറ്റു സിഗ്മ എക്സ് വൈ 5 ഇൻറ്റു 88 മൈനസ് സിഗ്മ എക്സും സിഗ്മ വൈയും, ഈ എക്സും വൈയും നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് അല്ലേ. 15 25. അപ്പോൾ അത് നമുക്ക് 15 ഇൻറ്റു 25 അത് നമ്മൾ എഴുതുന്നു. ഡിവൈഡ് ബൈ സിഗ്മ n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ, എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്, ഇതേ 5 തന്നെ. n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, അതിൻ്റെ സിഗ്മ എത്രയാണ് 151. അപ്പോൾ 5 ഇൻറ്റു 151 മൈനസ് സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ വൈ അതായത് നമുക്ക് ഈ ഒരു സിഗ്മയുടെ ഇതിൻ്റെ സ്ക്വയർ അല്ലേ, 25 സ്ക്വയർ, മാറിപ്പോകരുത്, അതാണ് ഇവിടെ വരേണ്ടത്, 25 സ്ക്വയർ അല്ലേ. ഇനി നമുക്കിത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 88 എന്ന് പറയുന്നത് 440, 15 ഇൻറ്റു 25 375. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 65 കിട്ടും. അതുപോലെ തന്നെ 5 ഇൻറ്റു 181 755, 25 സ്ക്വയർ 625. അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 130 കിട്ടും. 65 ഡിവൈഡ് ബൈ 135 0.5. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 0.5 എന്താണ്, ബി എക്സ് വൈ ആണ്. അപ്പോൾ ബി എക്സ് വൈ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അതായത് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എക്സ് മൈനസ് 3, നമുക്ക് എക്സ് ബാർ കണ്ടുപിടിച്ചിരുന്നു ആദ്യം അല്ലേ. 3 എന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 3 നമുക്ക് എഴുതാം, എക്സ് ബാറിന് പകരം 3 എന്ന് എഴുതാം. ഈക്വൽ ടു 0.5 ബി എക്സ് വൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ 0.5. അപ്പോൾ ഈ 0.5 ഇങ്ങോട്ട് എടുത്തെഴുതുക, 0.5 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ അല്ലേ. വൈ നമുക്ക് അറിഞ്ഞുകൂടാ, എക്സ് അറിഞ്ഞുകൂടാ, നമുക്ക് വൈ ബാർ അറിയാം 5 ആണല്ലേ. അപ്പോൾ വൈ ബാർ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 5 എന്നുള്ളത്, 5 നമ്മൾ എടുത്തെഴുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് അത് 0.5 ഇൻറ്റു വൈ മൈനസ് 5 ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റിൽ വൈ മൈനസ് 5 ഉണ്ട്, ബ്രാക്കറ്റിന് പുറത്ത് 0.5 ഉണ്ട്. 0.5നെ നമുക്ക് ബ്രാക്കറ്റിനുള്ളിലുള്ള y കൊണ്ടും -5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനകത്തുള്ള ഐറ്റത്തിനെ നമ്മൾ ബ്രാക്കറ്റിന് പുറത്തുള്ള ആ ഒരു നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതായത് 0.5 ഇൻറ്റു വൈ എത്രയാണ്, 0.5 വൈ. 0.5 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 0.5 വൈ എന്നാണ്. ഇനി 0.5 ഇൻറ്റു -5 എന്ന് പറയുമ്പോഴോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, 5ൻ്റെ പകുതിയാണ് -25 വരും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 0.5 ബൈ -2.5 എന്ന് വന്നിരിക്കുന്നത്. ഇനി x - 3 അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരുമ്പോൾ ഈ -3നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സിനെ ഇവിടെ നമുക്ക് നിലനിർത്തണം. -3നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് +3 ആകും കേട്ടോ. അപ്പോൾ ഇവിടെ +3 എന്നിങ്ങനെ വരും. അപ്പോൾ ഇനി +3 നമുക്ക് അടുത്തതിന് നമുക്ക് ഇതും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അതായത് -2.5 + 3 -2.5 + 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈനസും പ്ലസും ചിഹ്നമാണല്ലോ, കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കണ്ടിട്ട് നമുക്ക് വലുതിൻ്റെ ചിഹ്നം കൊടുത്താൽ മതി അല്ലേ. 3 - 2.5 എന്ന് പറയുമ്പോൾ 0.5 വരും. വലുതിൻ്റെ ചിഹ്നം 3 ആണ് വലുത്, അതിൻ്റെ പ്ലസ് ചിഹ്നം ഇവിടെ കൊടുത്തു, അപ്പോൾ +0.5 വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ഓൺ വൈ ഇക്വേഷൻ എന്ന് പറയുന്നത്. x = 0.5 y + 0.5 അല്ലേ, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, വൈയുടെ വാല്യൂ 10 ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് 10 എന്നുള്ളത് ഇവിടെ ഈ വൈക്ക് പകരം കൊടുത്തു കഴിഞ്ഞാൽ 10 × 0.5 + 0.5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എക്സിൻ്റെ വാല്യൂ. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വൈനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതിനാണ് എക്സ് ഓൺ വൈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വൈയുടെ വാല്യൂ 10 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. പക്ഷേ ടെക്സ്റ്റിൽ നമുക്ക് വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷനോടെ ചെയ്തതിന് ശേഷമാണ് അത് കണ്ടുപിടിക്കുന്നത്. അത്രേ ഉള്ളൂ, വ്യത്യാസമുള്ളൂ. അത് കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ ഇക്വേഷൻ y - y ബാർ ആണ്. ബി വൈ എക്സ് കണ്ടുപിടിക്കണം, x - x ബാറും അങ്ങനെയാണ് എൻ്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ എക്സ് ബാർ നമുക്കിവിടെ വൈനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ, വൈ ആ ഡാറ്റയുടെ എക്സ് ബാർ നമ്മൾ കണ്ടുപിടിക്കുന്നു. 15 / 5 3. വൈ ബാർ അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. വൈ എന്ന് പറയുന്നത് എക്സ് അതിൻ്റെ മീൻ നമ്മൾ 3 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതാണ്. വൈ ബാർ അത് നമ്മൾ 5 നമ്മൾ കണ്ടുപിടിച്ചാണ്, ഓൾറെഡി കണ്ടുപിടിച്ചാണ്, ഒന്നുകൂടെ എടുത്തെഴുതുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ബി വൈ എക്സ് കണ്ടുപിടിക്കണം. ബി വൈ എക്സിൽ ഇതുപോലെ തന്നെ ഇക്വേഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ വരുമ്പോൾ σx² σx ഒക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.3 എന്ന് കിട്ടും. ആദ്യം നമ്മൾ ബി എക്സ് വൈ കണ്ടുപിടിച്ച് എങ്ങനെയാണോ
അതേ രീതിയിൽ തന്നെ നമ്മൾ ബി വൈ എക്സും കണ്ടുപിടിക്കുന്നു. ഇവിടെ വരുന്ന എക്സും എക്സ് വരും, വൈക്ക് പകരം എക്സ് വരുന്നു. അതിനനുസരിച്ച് നിങ്ങളുടെ ഡാറ്റയിൽ ഇവിടെ മാറ്റം വരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് 1.3 എന്ന് നമുക്ക് ബി വൈ എക്സും കിട്ടും. പിന്നെ നമുക്ക് ഇക്വേഷനിലൊക്കെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 മൈനസ് വൈ മൈനസ് 5 അല്ലേ, വൈ ബാറിന് പകരം 5 എഴുതി ഈക്വൽ ടു 1.3. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബി വൈ എക്സ് 1.3 ഇൻറ്റു എക്സ് മൈനസ് 3 അല്ലേ. അപ്പോൾ ആദ്യം മോൾ ചെയ്ത് പോലെ ഇരിക്കുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, 1.3നെ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1.3 എക്സ് എന്ന് കിട്ടും. 1.3നെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് -3.39 എന്ന് കിട്ടും അല്ലേ. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഈ -5നെ നമ്മൾ എന്ത് ചെയ്യണം, വലത്തേക്ക് കൊണ്ടുവരണം. -5നെ വലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +5 ആകും. അപ്പോൾ -3.9 + 5 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുത്താൽ മതി, നമുക്ക് +1.1 എന്ന് കിട്ടും. അതായത് -3.9 + 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം +1.1 എന്നാണ്. ഇനി 1.3x നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി. അപ്പോൾ y = 2. അപ്പോൾ ഇതാണ് y on x ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ വൈയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതും ക്വസ്റ്റ്യനിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത് അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടുന്നതാണ് അല്ലേ. ഓക്കെ, നമുക്ക് അങ്ങനെ നോക്കാം. തന്നിരിക്കുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ 10 ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് അല്ലേ. അതായത് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇക്വേഷൻ ഇതാണല്ലേ. ഇതിങ്ങോട്ട് നമ്മൾ വീണ്ടും എടുത്തെഴുതിയതിന് ശേഷം നമുക്ക് വൈയുടെ വാല്യൂ 10 ആണെങ്കിൽ നോക്കാം, ഇവിടെ വൈയുടെ വാല്യൂൻ്റെ സ്ഥലത്ത് നമ്മൾ 10 കൊടുത്തിരിക്കുന്നു നോക്കിയേ. അപ്പോൾ 10 കൊടുത്തിട്ട് 10 × 0.5 + 0.5 എന്ന് പറയുമ്പോൾ നമുക്ക് 5.5 വരും അല്ലേ ആൻസർ. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ 5.5 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റനിൽ അടുത്ത കാര്യം, നമ്മൾ എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്രയാണെന്ന് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വൈ ഓൺ ഇക്വേഷൻ എടുക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ, ഈ വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ 7 കൊടുക്കുന്നു. 7 കൊടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും, 10.2 എന്നും കിട്ടും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത്രയും കാര്യങ്ങൾ ഇതാണ് ക്വസ്റ്റനിൽ നമുക്ക് ആദ്യത്തെ ഭാഗങ്ങൾ. അതായത് വൈയുടെ വാല്യൂ 10 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര, എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര അല്ലേ. റിഗ്രഷൻ ഇക്വേഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. റിഗ്രഷൻ ഇക്വേഷൻസ് മാത്രമായിട്ടും ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത പോലെ റിഗ്രഷൻ ഇക്വേഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വരെ ചെയ്താൽ മതി. അതിനുശേഷം ഇതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ തന്നിട്ട് വൈയുടെ വാല്യൂ തന്നിട്ട് എക്സിൻ്റെ വാല്യൂ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ അഡീഷണലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ നമ്മൾ അതിൻ്റെ വാല്യൂവിനെ കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം ഇവിടെ ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കണം അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു R എന്ന് പറഞ്ഞാൽ = √(bxy) × byx ആണല്ലേ. നമുക്ക് bxy യും byx ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. 0.5 1.3 ആയിരുന്നു അല്ലേ. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അതായത് 0.65ൻ്റെ റൂട്ട് നമുക്ക് 0.806 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് R, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് പ്രോബ്ലം ചെയ്യുക. നമുക്ക് ഈ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഞാൻ ജസ്റ്റ് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ അതേ രീതിയിൽ തന്നെ ചെയ്യാം. നമുക്ക് നോക്കുക, ഇവിടെ എക്സും വൈക്കും പകരം നമുക്ക് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറാണ് തന്നിരിക്കുന്നത് മാത്രം അല്ലേ. അപ്പോൾ എക്സോ വൈക്ക് പകരം മാക്സിമം ടെമ്പറേച്ചർ മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമുക്ക് എക്സ് എന്നും രണ്ടാമത്തിന് വൈ എന്നും കൊടുക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഫിറ്റ് എ റിഗ്രഷൻ ലൈൻ, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ഫിറ്റ് എ റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും നമ്മൾ റിഗ്രഷൻ ലൈൻ ഫിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടാക്കുക തന്നെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ എക്സ് ഓൺ വൈ ഇക്വേഷനും വൈ ഓൺ എക്സ് അങ്ങനെ 2 ഇക്വേഷൻസും ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എസ്റ്റിമേറ്റ് ദ മാക്സിമം ടെമ്പറേച്ചർ വേണ്ട മിനിമം ടെമ്പറേച്ചർ ഈസ് 12. നമുക്ക് മിനിമം ടെമ്പറേച്ചർ അതായത് വൈ എന്ന് പറയുന്നത് 12 ആണെങ്കിൽ എക്സ് എത്ര എന്നുള്ളതാണ് അല്ലേ. മിനിമം ടെമ്പറേച്ചർ വൈ, മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം കണ്ടതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ് ഓൺ വൈയുടെ ഇക്വേഷനിലേക്ക് വൈയുടെ വാല്യൂ 12 എന്നുള്ളത് ഫിറ്റ് ചെയ്താൽ മതി അല്ലേ. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ മിനിമം ടെമ്പറേച്ചർ അതായത് വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ 40 ആണെങ്കിൽ എക്സിനെയാണ് മാക്സിമം ടെമ്പറേച്ചർ അല്ലേ. മാക്സിമം ടെമ്പറേച്ചർ 40 ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര. അപ്പോൾ അത് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്താൽ മതി. എക്സും വൈയും ഇതിന് പകരം മാക്സിമം ടെമ്പറേച്ചറിന് എക്സിനും മിനിമം ടെമ്പറേച്ചർ വൈന്നും നമ്മൾ കൊടുത്ത് മാത്രം മതി. ആദ്യം ചെയ്ത പോലെ അതേ രീതിയിൽ തന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാൾപിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും 6 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തൊട്ട് മുമ്പിൽ ഇതുപോലെ കണ്ടുപിടിച്ച പോലെ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് അതും കണ്ടുപിടിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങളത് തനിയെ ചെയ്ത് നോക്കുക. ഇതുപോലെയാണ് അതിൻ്റെ ടേബിൾ വരുന്നത്. ഇതുപോലെ തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. കണ്ടു പഠിക്കരുത്, കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുകയും ചെയ്യുക കേട്ടോ. ഇതുപോലെ ചെയ്യുക. അപ്പം തന്നെ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എക്സ് ബാറിന് നമുക്ക് 27 കിട്ടും, വൈ ബാർ നമുക്ക് 8 കിട്ടും. ഒപ്പം തന്നെ ബി എക്സ് വൈ നമുക്ക് എത്ര കിട്ടും, ബി എക്സ് വൈ 0.324 കിട്ടും അല്ലേ. അതുപോലെ അതിന് ശേഷം നമുക്ക് ഈ എക്സ് ഓൺ വൈ ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ നമുക്ക് ഇക്വേഷൻ ഇത് കിട്ടും അല്ലേ. ഇക്വേഷൻ നമ്പർ 1 എക്സ് ഓൺ വൈ അല്ലേ. എക്സ് ഓൺ വൈ ഇക്വേഷനാണ് ഇത്. അതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് വൈ ഓൺ എക്സിൽ നമുക്ക് ബി വൈ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ 0.192 കിട്ടും. ഒപ്പം തന്നെ നമുക്ക് വൈ ഓൺ എക്സിൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ ഇതാണ് കിട്ടുന്നത് അല്ലേ. ഇത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.
അതുകൂടാതെ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം മിനിമം ടെമ്പറേച്ചർ 12 ആണെങ്കിൽ അല്ലേ, അതായത് മിനിമം ടെമ്പറേച്ചർ ആയിട്ടുള്ള y 12 ആണെങ്കിൽ എക്സ് എത്ര എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് x1y ഇക്വേഷനിലേക്ക് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 28.296 കിട്ടും. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ് 28.3 ഡിഗ്രി സെൽഷ്യസിന് എഴുതാം അല്ലേ, ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമുക്ക് സെൽഷ്യസിൽ തന്നെ കാണിക്കാം. അതുപോലെ തന്നെ നമുക്ക് മിനിമം ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളത് മാക്സിമം ടെമ്പറേച്ചർ 40 ആണെങ്കിൽ അല്ലേ, y1x ഇക്വേഷനിലേക്ക് നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y1x ഇക്വേഷനിലെ എക്സിൻ്റെ വാല്യൂ നമ്മൾ 40 ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വൈഡ് വാല്യൂ 10.496 നമുക്ക് കിട്ടും. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് കാൽക്കുലേഷൻ ഓഫ് കാൾ പി എഫ് എൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 6 അല്ലേ, 6 കണ്ടുപിടിക്കാൻ വേണ്ടി ബി എക്സോയും ബി ഒ എക്സും നമുക്കറിയാം, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ലഭിക്കും, 0.25 നമുക്ക് ലഭിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. 2 റിഗ്രഷൻ ഇക്വേഷൻ x1y-ഉം y1x-ഉം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ നമുക്ക് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വൈ എങ്ങനെ കണ്ടുപിടിക്കാം, ഒപ്പം തന്നെ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് അല്ലേ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അതായത് 6 കണ്ടുപിടിക്കാനുള്ള ആ രീതിയും അതും ഈ പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതിൻ്റെ ആൻസർ ഞാൻ അവിടെ നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.